കുറച്ച് വർഷം മുന്നേ പല ആണുങ്ങളും കല്യാണം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരൻസിനെ നോക്കാൻ വേണ്ടിയാണ് അവർ കെട്ടുന്നതെന്നാണ് പറയുന്നത്. കാരണം വീട്ടിലാരുമില്ല, അമ്മ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അപ്പൻ ഒറ്റയ്ക്കാണ്, അവർക്കൊരു കൂട്ട് വേണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒരു പെണ്ണ് വരണം, ഇതൊക്കെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ മാറി. ഇപ്പം പെണ്ണൊക്കെ എഡ്യൂക്കേറ്റഡായി, ജോലി ഇല്ലാത്ത പെൺപിള്ളേർ വളരെ കുറവാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നത് കൊണ്ട് പേരൻസ് ഇന്ന് ഒറ്റപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ പലരുടെ ജീവിത കേസുകൾ എടുത്താലും ഉണ്ടല്ലോ, ഡൈവേഴ്സ് ആകുന്നതിൻ്റെ മെയിൻ കാര്യം അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരാണ്. കാരണം ഒരു ചെറുക്കൻ, ഒരു പുരുഷൻ, ഒരാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ആദ്യം നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. അവർ ഭാര്യ ഭർത്താവുമായിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തന്നെ സോൾവ് ആയി പോവുകയും ചെയ്യും. വേറൊരു വ്യക്തികൾ വന്ന് കടന്ന് അവിടെ അഭിപ്രായം പറയുകയും എല്ലാത്തിനും അവിടെ കയറി ഓരോന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല കേസുകളും ഇന്ന് ഡൈവേഴ്സായി പോകുന്നതിൻ്റെ മെയിൻ കാര്യം സഹോദരങ്ങളുടെ അല്ലെ മറ്റുള്ളവരുടെ അല്ലെ ചെറുക്കൻ്റെ പേരൻസിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. പല കല്യാണങ്ങളും വേണ്ട എന്ന് വെച്ച ആൾക്കാർ, പെൺപിള്ളേർ തിരിച്ചു വീട്ടിലോട്ട് പോകുന്ന കേസുകൾ ഒരുപാടുണ്ട്. പിന്നെ ചിലരൊക്കെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്നാണ് ഇപ്പം ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിഷയമല്ല. ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, അന്നേരം തന്നെ വളരെ ധൈര്യത്തോടെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന പെൺകുട്ടികളാണ് എല്ലാവരും. അല്ലാതെ കടിച്ചു തൂങ്ങി അവിടെ കിടന്ന് അങ്ങനെ ജീവിതം നരയിപ്പിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് വളരെ കുറവാണ്. പിന്നെ സ്വന്തം വീട്ടിൽ ചെന്ന് പറയുമ്പോൾ അവിടുത്തെ പെണ്ണിൻ്റെ പേരൻസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്നുണ്ട്. പണ്ടൊക്കെ എല്ലാവർക്കും പറയാൻ പേടിയാണ്, ചെന്നിട്ട് അവരെല്ലാം മറച്ചു വെക്കും. എങ്ങനെ ചെന്ന് പറയും, എൻ്റെ പേരൻസിന് വിഷമമാകത്തില്ലേ? ഇതൊന്നും വിഷയമല്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ പല പേരൻസിനും ഉള്ളതുകൊണ്ട് പല പെൺകുട്ടികൾ ഇന്ന് രക്ഷപ്പെടുകയാണ് പതിവ്.